മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായ മാസപ്പടി കേസ് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്കറിയാം, ഈ മാസപ്പടി വിവാദം ഉയർന്നു വന്നപ്പോൾ മുതൽ പിണറായി വിജയനെതിരെയും വീണ വിജയനെതിരെയും ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച നേതാവാണ് BJP നേതാവ് ഷോൺ ജോർജ്. അദ്ദേഹം ആരോപണം ഉന്നയിക്കുക മാത്രമല്ല, നിരവധി തെളിവുകളും പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ ഷോൺ ജോർജിന് സർവ്വ പിന്തുണയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തുണ്ടെന്നാണ് സൂചന. അതിനാൽ തന്നെ ഈ മാസപ്പടി കേസിലെ രഹസ്യങ്ങൾ മറനീക്കി പുറത്തുവരുന്നതിന് പിന്നിൽ രാജീവ് ഇഫക്റ്റ് ആണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഈ ഒരു സംശയം CPM നേതാക്കൾക്കുമുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷനായി മാറിയ രാജീവ് ചന്ദ്രശേഖർ കേരളം പിടിക്കാൻ ഒരു വ്യക്തമായ കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ അതിവേഗ നടപടിയെന്നാണ് ഇപ്പോൾ പൊതുവെയുള്ള വിലയിരുത്തൽ. SFIO നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് പ്രോസിക്യൂഷന് അനുമതി നൽകിയിരിക്കുന്നത്. ആഴ്ചകൾക്ക് മുൻപ് ഡൽഹിയിലെ കേരള ഹൗസിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് പിണറായി വിജയൻ വിരുന്നൊരുക്കിയിരുന്നു. എന്നാൽ അന്ന് എന്തിനാണ് ഈ രണ്ടുപേരും കൂടിക്കാഴ്ച നടത്തിയതെന്ന് ഇന്നും ആർക്കും അറിയാത്ത ഒരു രഹസ്യമായി തുടരുന്നു. കേന്ദ്രത്തെ വലയിലാക്കി കാശ് തട്ടാനുള്ള ശ്രമമാണെന്നാണ് അന്ന് പലരും ഇതേപ്പറ്റി പറഞ്ഞത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എല്ലാം മാറ്റിമറിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം. പാർട്ടി അധ്യക്ഷനായ ശേഷം ഡൽഹിയിലെത്തിയ രാജീവ് ചന്ദ്രശേഖർ ചില തന്ത്രപരമായ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടാകണം. ഇതും മാസപ്പടി കേസിൽ പ്രതിഫലിച്ചുവെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതേസമയം കേരളത്തിലെ തങ്ങളുടെ എതിർപക്ഷം CPM ആണെന്ന നിലപാടിലാണ് രാജീവ് ചന്ദ്രശേഖർ. ഇപ്പോൾ ഇതിനു വേണ്ടിയാണ് അഴിമതിയുടെ സംശയമുനയുള്ള CMRL കേസിൽ SFIO അതിവേഗം നീക്കം നടത്തിയതെന്നാണ് വിലയിരുത്തൽ. അതേസമയം സേവനമൊന്നും നൽകാതെ 2.7 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് വീണ വിജയനെതിരെയുള്ള പ്രധാന കണ്ടെത്തൽ. കുറ്റപത്രം സമർപ്പിച്ചതോടെ മാസപ്പടി കേസ് വീണ്ടും ഇടത് സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും തലവേദനയാവുകയാണ്. പ്രതിപക്ഷം ഇതിനകം തന്നെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു കഴിഞ്ഞു. എന്തായാലും SFIO റിപ്പോർട്ട് പുറത്തു വന്ന ഘട്ടത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങളെ ഒരു വിധത്തിൽ പ്രതിരോധിച്ചു വന്ന പാർട്ടിയെയും സർക്കാരിനെയും കുരുക്കിലാക്കുന്ന നടപടികൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൂടാതെ മധുര പാർട്ടി കോൺഗ്രസ് കഴിയുന്നതോടെ മൂന്നാം ഇടത് സർക്കാർ എന്ന പ്രചാരണ മുദ്രാവാക്യമുയർത്തി തിരഞ്ഞെടുപ്പുകളിലേക്ക് നീങ്ങാനൊരുങ്ങിയ മുന്നണിക്ക് മാസപ്പടി കേസ് തീർച്ചയായും വലിയൊരു തിരിച്ചടി തന്നെയാകും സമ്മാനിക്കുക. കാരണം ഏതു നേരം വേണമെങ്കിലും പിണറായിയുടെ മകൾ വീണ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അതേസമയം സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിന് കേവലം 11 മാസം മാത്രം അവശേഷിക്കെയാണ് പാർട്ടിയും സർക്കാരും ഈ അഗ്നിപരീക്ഷ നേരിടുന്നത്. കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ രാജ്യത്തിനാകെ മാതൃകയെന്നൊക്കെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ സ്തുതിപാഠകർ പാടിപ്പുകഴ്ത്തുമ്പോഴാണ് ഇടുത്തി പോഴെ SFIO റിപ്പോർട്ട് വന്നു വീണിരിക്കുന്നത്. വീണയ്ക്കെതിരെയുള്ള കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞു തൽക്കാലം ന്യായീകരിക്കുന്നുണ്ടെങ്കിലും റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തു വരുമ്പോൾ ഇനി എന്തെല്ലാം വിവരങ്ങൾ ഉണ്ടാകുമെന്ന ആദിയിലാണ് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ. തുടക്കത്തിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് ഇറക്കിയ പ്രസ്താവന വിഴുങ്ങേണ്ട ദുരവസ്ഥയിലാണ് സംസ്ഥാന നേതൃത്വവും. എന്തായാലും CPMന്റെ ഉഡായിപ്പ് ന്യായീകരണങ്ങൾ കൊണ്ടൊന്നും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും രക്ഷിച്ചെടുക്കാനാകാത്ത സ്ഥിതിയിലാണ് പുതിയ സംഭവങ്ങൾ പാർട്ടിയെ ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇനി എന്തെല്ലാം സംഭവിക്കുമെന്നറിയാൻ കാത്തിരുന്നു തന്നെ കാണണം.